ഹലോ, ലേണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ ശരീരം അവയവങ്ങളുടെ സഹകരണ സംഘം എന്ന പാഠഭാഗത്തിലെ രക്തസഞ്ചാരം. ആദ്യമായി തന്നെ എന്താണ് ധമനി? ധമനി എന്നാൽ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുന്ന കുഴലുകളാണ് ധമനി. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ ശോഷിച്ച രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഒഴുകുന്നതും ധമനി വഴിയാണ്. അതായത് രണ്ട് തരത്തിലുള്ള ധമനികൾ കാണാം. ഏതൊക്കെയാണവ? ഒന്ന് മുഖ്യധമനി, രണ്ടാമത്തേതാണ് ശ്വാസകോശ ധമനി. ഇതിൽ ആദ്യത്തേതാണ് മുഖ്യധമനി എന്ന് പറയുന്നത്. മുഖ്യധമനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം മുഖ്യധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് മുഖ്യധമനി. മുഖ്യധമനിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ധമനിക്ക് വളരെ കട്ടി കൂടിയ ഭിത്തിയും അതുപോലെ തന്നെ വളരെ ഇലാസ്തികതയുമുണ്ട്. കാരണം എന്തിനാണ് ഇലാസ്തികത? അതായത് ഹൃദയത്തിൽ നിന്നും ഒറ്റ ടൈമിൽ 70 മില്ലി ലിറ്റർ രക്തമാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ 70 മില്ലി ലിറ്റർ രക്തം മുഖ്യധമനിയിലേക്ക് പോകുമ്പോൾ ഈ മുഖ്യധമനി വികസിക്കുകയും അവ മുഖ്യധമനിയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മുഖ്യധമനി ചുരുങ്ങുകയും ചെയ്യുന്നു. ഓക്കെ, അവിടെ എന്ത് സംഭവിക്കുന്നു? വികാസവും അതുപോലെ തന്നെ ചുരുങ്ങലും സംഭവിക്കുന്നു. അതാണ് ഇലാസ്തികത ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യധമനിക്ക്, അതായത് ധമനിക്ക് വളരെ കട്ടി കൂടിയ ഭിത്തിയും അതുപോലെ തന്നെ വളരെയധികം ഇലാസ്തികതയും ഉണ്ട്. അടുത്തതാണ് ശ്വാസകോശ ധമനി. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ശ്വാസകോശ ധമനി വഴി എവിടേക്ക് പോകുന്നുണ്ട്? ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെയാണ്. അതാണ് ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ധമനിയുണ്ട്. ഏതാണവ? ഒന്ന് മുഖ്യധമനിയിൽ ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. അടുത്തതാണ് ശ്വാസകോശ ധമനിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അടുത്തതാണ് സിര എന്നാൽ ഹൃദയത്തിലേക്ക് രക്തം ഒഴുകുന്നവയാണ് സിര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നതും ആരാണ്? സിരയാണ്. അതായത് ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം, ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നവയാണ് ആരെ? സിര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിരയ്ക്ക് വളരെ കട്ടി കുറഞ്ഞ ഭിത്തിയും കുറഞ്ഞ മർദ്ദത്തിലും രക്തം വളരെ വേഗത്തിൽ ഒഴുകാനുള്ള കപ്പാസിറ്റിയും ആർക്കുണ്ട്? സിരയ്ക്കുണ്ട്. കട്ടി കുറഞ്ഞ ഭിത്തിയാണ്, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുവാൻ സഹായിക്കുന്നു. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ ധമനിയും സിരയും കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് രക്തചംക്രമണ വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ. ഏതൊക്കെയാണ് രക്തചംക്രമണ വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ? ഒന്ന്, പോഷക വസ്തുക്കൾ വഹിച്ചു കൊണ്ടുപോകുക. അതായത് നമ്മുടെ ദഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുകുടലിൽ വെച്ച് പോഷക വസ്തുക്കൾ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ രക്തത്തിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോഷക വസ്തുക്കൾ എത്തിക്കുന്നു, അല്ലേ? അടുത്തതാണ് ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ രക്തത്തിലൂടെ, അതായത് അരുണരക്താണുക്കളാണ് ഓക്സിജനെ കൊണ്ടുപോകുന്നത്. അരുണരക്താണുക്കളെ ഹീമോഗ്ലോബിൻ, അല്ലേ? ഈ ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്? രക്തമാണ്. അടുത്തത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ വിസർജ്യ വസ്തുക്കൾ പുറത്തേക്ക് തള്ളുന്നതും ഇതിലൂടെയാണ്? രക്തത്തിലൂടെയാണ്. അതുപോലെ ഹോർമോണുകൾ, ശരീരത്തിലെ വിവിധ ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അവശ്യ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതും ആരാണ്? രക്തമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി, അതായത് ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ് രോഗപ്രതിരോധ ശക്തി നൽകുന്നു. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കൽ, ഇത്രയും പണികളാണ് ആര് ചെയ്യുന്നത്? രക്തം. അപ്പോൾ രക്തത്തിന് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഒന്ന്, പോഷക വസ്തുക്കൾ വഹിച്ചു കൊണ്ടുപോകുന്നു, ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നു, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹോർമോണുകൾ, വിസർജ്യ വസ്തുക്കൾ തുടങ്ങിയവ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. രോഗപ്രതിരോധം, ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കൽ എന്നിവയും രക്തത്തിന്റെ ജോലികളാണ്. എന്താണ് അടുത്ത ചോദ്യം?
രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിലെ ഘടകങ്ങൾ 2 ഘടകങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണവ? പ്ലാസ്മയും രക്തകോശങ്ങളും. പ്ലാസ്മ 55%വും രക്തകോശങ്ങൾ 45%വുമാണുള്ളത്. അതിൽ പ്ലാസ്മയിൽ തന്നെ പലതരം ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണവ? ജലം അല്ലേ? ജലം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പോഷക ഘടകങ്ങൾ വഹിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ജലം എന്ന് പറയുന്നത്. 90 മുതൽ 92% വരെ ജലമാണുള്ളത്. അടുത്തതാണ് ഓർഗാനിക് ഘടകങ്ങൾ. പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീൻ ഉണ്ട് അല്ലേ? പ്രോട്ടീൻ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ധാന്യങ്ങൾ എന്തിനു സഹായിക്കുന്നത്? ഊർജം പ്രദാനം ചെയ്യാൻ. നമ്മുടെ ശരീരത്തിലെ ഊർജ്ജവാഹകരാണ് ആരെ? ധാന്യങ്ങൾ. കൊഴുപ്പുകളും ഊർജം തന്നെയാണ് മെയിനായിട്ട് പ്രദാനം ചെയ്യുന്നത്. ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ആരാണ്? ഹോർമോണുകളാണ്. വിസർജ്യ വസ്തുക്കൾ മുതലായവ 8 to 9% വരെ എവിടെ കാണുന്നു? പ്ലാസ്മയിൽ കാണുന്നു. അടുത്തതാണ് ലവണങ്ങൾ. ലവണം എന്ന് പറഞ്ഞാൽ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ലവണങ്ങൾ, സോൾട്ടുകൾ എവിടെ കാണുന്നുണ്ട്? പ്ലാസ്മയിൽ കാണുന്നുണ്ട്. അടുത്തതാണ് വാതകങ്ങൾ. ഏതൊക്കെ വാതകങ്ങളാണ് കാണുന്നത്? ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ നൈട്രജൻ. ഇനി അടുത്തതാണ് രക്തകോശങ്ങളിൽ മെയിനായിട്ട് 3 തരമാണുള്ളത്. ഏതൊക്കെയാണവ? ശോണരക്താണുക്കളിന് വേറെ പേര് പറയും അരുണരക്താണുക്കളിന് വേറൊരു പേര് പറയും RBC, റെഡ് ബ്ലഡ് സെൽസ്, RBC. ഇനി അടുത്തതാണ് ശ്വേതരക്താണുക്കൾ. ശ്വേതം എന്ന് പറഞ്ഞാൽ വെള്ള എന്നാണ് അർത്ഥം. ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ്. അടുത്തതാണ് പ്ലേറ്റ്ലെറ്റുകൾ. 45% പ്ലേറ്റ്ലെറ്റുകളുള്ളത്. ആദ്യത്തേത് ശോണരക്താണുക്കൾ. എത്ര വേണം നമ്മുടെ ശരീരത്തിലെ? 1 ക്യൂബിക് മില്ലിലിറ്റർ രക്തത്തിൽ പുരുഷന്മാരിലാണെങ്കിൽ 4.7 മുതൽ 6.1 ദശലക്ഷം വരെയും സ്ത്രീകളിൽ 4.2 മുതൽ 5.4 ദശലക്ഷം വരെയും കാണണം. അടുത്തതാണ് പ്ലേറ്റ്ലെറ്റുകൾ. 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെയാണ് കാണേണ്ടത്. അടുത്തതാണ് ശ്വേതരക്താണുക്കൾ. 4000 മുതൽ 11000 വരെ. ഇനി ശ്വേതരക്താണുക്കൾ തന്നെ 5 തരമുണ്ട്. അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് 5 തരമുണ്ട്. ഏതൊക്കെയാണവ? ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഇനി അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മോണോസൈറ്റ് ന്യൂക്ലിയസിൻ്റെ, അതിൽ നീല ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ ഒരു സവിശേഷതകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഓരോ പേരിട്ടിരിക്കുന്നത്. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ, ഇസ്നോഫിൽ, ന്യൂട്രോഫിൽ. അടുത്തത് എന്താണ്? രക്തം. ഒരു മനുഷ്യൻ്റെ രക്തം പുരുഷനിലാണെങ്കിൽ 5 ലിറ്റർ വരെ രക്തം വേണം, സ്ത്രീകളിലാണെങ്കിൽ 4.5 ലിറ്റർ. ഇനി രക്തകോശങ്ങളുടെ ധർമ്മം. കോശങ്ങൾ പറഞ്ഞു അല്ലേ? ഇനി എന്തൊക്കെയാണ് രക്തകോശങ്ങളുടെ ധർമ്മം? ശ്വേതരക്താണുക്കൾ, ശ്വേതം, വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ധർമ്മം എന്താണ്? രോഗം പ്രതിരോധിക്കുക. നമ്മുടെ ശരീരത്തിൽ വല്ല രോഗാണുക്കൾ ആക്രമിക്കാൻ വന്നാൽ അവയെ പ്രതിരോധിക്കുക എന്നതാണ് ആരുടെ പണി? ശ്വേതരക്താണുവിൻ്റെ. അടുത്തതാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? രക്തം കട്ടപിടിക്കാൻ, അതുപോലെ തന്നെ വിറ്റാമിൻ K തുടങ്ങിയവയും രക്തം കട്ടപിടിക്കാനാണ് സഹായിക്കുന്നത്. അടുത്തതാണ് ശോണരക്താണുക്കൾ, RBC, അരുണരക്താണുക്കൾ അല്ലേ? നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്നു അല്ലേ? ആ ഓക്സിജൻ അരുണരക്താണുവിലെ ഹീമോഗ്ലോബിനിൽ പ്രവേശിച്ച്, ഓരോ ഹീമോഗ്ലോബിനും 4 ഓക്സിജനെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഹീമോഗ്ലോബിനിൽ പ്രവേശിച്ച് ആ ഓക്സിജൻ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശങ്ങളിലേക്ക് എത്തിക്കുന്നതും ആരാണ്? ശോണരക്താണുക്കൾ അല്ലെങ്കിൽ RBC ആണ്. ഓക്കെ, RBC റെഡ് കളർ വരാനുള്ള കാരണം എന്താണ്? ചുവപ്പ് നിറം കൊടുക്കാനുള്ള കാരണം എന്താണ്? അരുണരക്താണുവിന് വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ എന്ന പിഗമെൻ്റാണ് അരുണരക്താണുവിന് ചുവപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കുന്നത്. ഇനി ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആണ്. അതുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നോക്കിയത്? രക്തകോശങ്ങളുടെ ധർമ്മം.
അപ്പോൾ ശ്വേതരക്താണുക്കൾ രോഗപ്രതിരോധം, പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ, ശ്വാന രക്താണുക്കൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് സംവഹനം. അടുത്തതാണ് ഹൃദയത്തിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഹൃദയം വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് ഹൃദയത്തിന് മെയിനായിട്ട് 4 അറകളാണുള്ളത്. എത്ര അറകളാണുള്ളത്? 4 അറകൾ. ഏതൊക്കെയാണവ? ആദ്യത്തേത് റൈറ്റ് സൈഡ്, അതായത് വലതുവശം. വലതുവശത്ത് ആട്രിയം ഉണ്ട്, അല്ലെങ്കിൽ ഓറിക്കിൾ. ഇതാണ് ഓറിക്കിൾ, റൈറ്റ് ആട്രിയം അഥവാ വലത് ഓറിക്കിൾ എന്ന് പറയുന്നതാണ് വലതുവശം. അതുപോലെ തന്നെ ഇടത് ഭാഗത്തും എന്തുണ്ട്? ഓറിക്കിൾ ഉണ്ട്. ഇടത് ഓറിക്കിൾ, വലത് ഓറിക്കിൾ, ഇടത് ഓറിക്കിൾ. അടുത്തതാണ് വലത് വെൻട്രിക്കിൾ. ഓക്കെ, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. അങ്ങനെ എത്ര അറകളുണ്ട്? 4 അറകളുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടതുഭാഗം, ആദ്യമേ തന്നെ നമുക്ക് ഇടതുഭാഗം നോക്കാം. ഇടതുഭാഗത്ത് എങ്ങനെയാണ് ഇടതുഭാഗത്ത് സംഭവിക്കുന്നത്? ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം സിരകൾ വഴി, ഏത് വഴിയാണ്? സിരകൾ വഴി എവിടേക്ക് പോകുന്നു? ഇടത് ഓറിക്കിളിലേക്ക് പോകുന്നു. ഓക്കെ, ഇടത് ഓറിക്കിളിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് ഒഴുകുന്നു. അതിനിടയിൽ ഒരു വാൽവ് ഉണ്ട്, അല്ലേ? നിങ്ങൾ കാണുന്നില്ല, ഒരു വാൽവ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് മിട്രൽ വാൽവ്. എന്താണ് പറയുന്നത്? മിട്രൽ വാൽവ്. മിട്രൽ വാൽവ് അഥവാ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയും, മിട്രൽ വാൽവ്. ഓക്കെ, ഈ മിട്രൽ വാൽവ് എന്തിനെ സഹായിക്കുന്നത്? രക്തം, അതായത് വെൻട്രിക്കിളിൽ നിന്ന് ചാടിയ രക്തം തിരിച്ച് ഓറിക്കിളിലേക്ക് പോകാതിരിക്കാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ. ഓക്കെ, വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ഓറിക്കിളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ആര് സഹായിക്കുന്നു? മിട്രൽ വാൽവ് സഹായിക്കുന്നു. ഇനി ഇവിടെ എത്തിയ രക്തം എന്ത് ചെയ്യുന്നു? മുഖ്യധമനി വഴി, ഏതാണ്? മുഖ്യധമനി, അയോട്ട എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? മുഖ്യധമനി അയോട്ട വഴി എന്ത് സംഭവിക്കുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, അതിൻ്റെ ഇടയിലും ഒരു വാൽവ് ഉണ്ട്. അതിന് പറഞ്ഞ പേരാണ് സെമി ലൂണർ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇടത് ഭാഗം കഴിഞ്ഞു. ഇടത് ഭാഗം മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, ഇടത് ഭാഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ശ്വാസകോശത്തിൽ ഓക്സിജൻ ഉണ്ടല്ലേ? നമ്മൾ ശ്വസിച്ച ഓക്സിജൻ എവിടെയുണ്ട്? ശ്വാസകോശത്തിലുണ്ട്. ഈ ശ്വാസകോശത്തിലുള്ള ഓക്സിജൻ അടങ്ങിയ രക്തം സിരകൾ വഴി ഇടത് ഓറിക്കിളിലേക്ക് എത്തി ഇടത് ഓറിക്കിളിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് ഒഴുകുന്നു. അതിനിടയിൽ ഒരു വാൽവ് ഉണ്ട്, അതാണ് മിട്രൽ വാൽവ്. എന്തിനാണ് വാൽവ് സഹായിക്കുന്നത്? രക്തം തിരിച്ച് ഓറിക്കിളിലേക്ക് ഒഴുകാതിരിക്കാൻ. അവിടെ നിന്ന് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മുഖ്യധമനി വഴി അഥവാ അയോട്ട വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഓക്കെ, ഇടത് ഭാഗം മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അടുത്തതാണ് വലത് ഭാഗം അല്ലേ? വലത് ഭാഗം എങ്ങനെയാണ് പ്രവർത്തനം? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം ഏതൊക്കെ വഴിയാണ് വരുന്നത്? താഴത്തെ മുഖ്യസിര അതുപോലെ മുകളിലത്തെ മുഖ്യസിര. താഴത്തെ മുഖ്യസിര അതുപോലെ മുകളിലത്തെ മുഖ്യസിര വഴി കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം എവിടേക്ക് വരുന്നു? വലത് ഓറിക്കിളിലേക്ക് വരുന്നു. വലത് ഓറിക്കിളിൽ നിന്നും എവിടേക്ക് ഒഴുകുന്നു? വലത് വെൻട്രിക്കിളിലേക്ക് ഒഴുകുന്നു. അതിനിടയിൽ എന്തുണ്ട്? ഒരു വാൽവ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ദ്വിദള വാൽവ്. 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 അല്ലേ? ത്രിദള വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തമാണ് അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം പൾമണറി ആർട്ടറി അഥവാ എന്ത് പറയുന്നു? ശ്വാസകോശ ധമനി വഴി എവിടേക്ക് പോകുന്നു? ശ്വാസകോശത്തിലേക്ക്. ഓക്കെ, ഇതാണ് ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ വലത് ഭാഗം ഒന്നുകൂടി പറയാം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അതായത് മുകളിലത്തെ മുഖ്യസിര, താഴത്തെ മുഖ്യസിര വഴി കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം വലത് ഓറിക്കിളിലേക്ക് എത്തി വലത് ഓറിക്കിളിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്ക് ഒഴുകുന്നു. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ശ്വാസകോശ ധമനി വഴി എവിടേക്ക് ഒഴുകുന്നു? ശ്വാസകോശത്തിലേക്ക് ഒഴുകുന്നു. ഓക്കെ, ഹൃദയം മനസ്സിലായോ?
അപ്പോൾ ഇവിടെ എന്തിനാണ് ട്രൈകസ്പിഡ് വാൽവ് അഥവാ ത്രിതള വാൽവ് എന്തിനാണ്? ഓർക്കിളിൽ നിന്നും ഇങ്ങോട്ട് ചാടിയ രക്തം, അതായത് എവിടേക്ക് ചാടിയ രക്തം? ഓർക്കിളിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ചാടിയ രക്തം തിരിച്ച് മേലേക്ക് പോകാതിരിക്കാൻ ആര് സഹായിക്കുന്നു? ഈ ത്രിതള വാൽവ് സഹായിക്കുന്നു. അതുപോലെ തന്നെ വലത് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി, അതായത് ശ്വാസകോശ ധമനിയിലേക്ക് ഒഴുകിയ രക്തം തിരിച്ച് ഇവിടേക്ക് വരാതിരിക്കാൻ, അതായത് വലത് വെൻട്രിക്കിളിലേക്ക് ഒഴുകാതിരിക്കാൻ അവിടെയും ഒരു വാൽവ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? സെമിലൂണർ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതായി എന്താണ് രക്തസമ്മർദ്ദം? അതായത് എന്താണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൃദയത്തിൽ നിന്നും, അതായത് അതായത് ഇടത് വെൻട്രിക്കിളിൽ നിന്നും രക്തം എവിടേക്ക് ഒഴുകുന്നുണ്ട്? മുഖ്യധമനിയിലേക്ക് ഒഴുകുന്നുണ്ട് അല്ലേ? ഈ മുഖ്യധമനി എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടി കൂടിയതാണ്, വളരെ ഇലാസ്തികതയുള്ളതാണ് എന്ന് പറഞ്ഞു അല്ലേ? ആ സമയത്ത് ഉണ്ടാകുന്ന മർദ്ദത്തിന് പറയുന്ന പേരാണെന്ത്? രക്തസമ്മർദ്ദം. അതായത് രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് എന്ത്? രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരിലുമുണ്ട്. അപ്പോൾ നോർമൽ ലെവൽ ഓഫ് ദി രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 120 തൊട്ട് 80, 120-80 മില്ലിമീറ്റർ, 80/120 mm Hg/100 ml എന്നാണ് നോർമൽ ആയിട്ടുള്ള രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ രക്തം കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ കുഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഓക്കെ, അടുത്തത് എന്താണ്? നെക്സ്റ്റ് വൺ, എന്താണ് രക്താതിസമ്മർദ്ദം ഒന്നാം ഘട്ടം? അവിടെ ഒരു പേജ് നമ്പർ 95, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 95 കൊടുത്തിട്ടുണ്ട്. രക്താതിസമ്മർദ്ദം സ്റ്റേജ് 1, സ്റ്റേജ് 2, അതുപോലെ തന്നെ സ്റ്റേജ് 3 ഉണ്ട്. അപ്പോൾ രക്തസമ്മർദ്ദം കൂടുമ്പോൾ അതിനെന്ത് പറയുന്നു? ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. രക്തസമ്മർദ്ദം കുറയുമ്പോൾ അതിനെ ഹൈപ്പോ ടെൻഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? രക്താതിസമ്മർദ്ദം. എന്താണ് രക്താതിസമ്മർദ്ദം? അതായത് ഈ രക്തക്കൊഴലുകളുടെ ഭിത്തിയിൽ എന്തെങ്കിലും കൊഴുപ്പോ അതുപോലെ കാൽസ്യമോ അടിഞ്ഞു കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? രക്തത്തിൻ്റെ ഒഴുക്ക് കുറയും, അല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച് അവിടെ ബ്ലോക്ക് വരും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? രക്താതിസമ്മർദ്ദം എന്ന് പറയുന്നത്. കൊഴുപ്പ്, കാൽസ്യം തുടങ്ങിയ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി കുഴലിൽ തടസ്സമുണ്ടാകുമ്പോൾ രക്തം പ്രവഹിക്കുന്നതിന് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇതിന് പറയുന്ന പേരാണ് രക്താതിസമ്മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായി എന്താണ് പറയുന്നത്? ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെയായി വിഭജിക്കുന്നുണ്ട്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ഊർജം എന്നിവയാണ് മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ. ഗ്ലൂക്കോസ്, അതായത് നമ്മൾ ഭക്ഷിച്ച ഭക്ഷണത്തിൽ നിന്നുണ്ടായ ഗ്ലൂക്കോസ് നമ്മൾ ശ്വസിച്ച ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ വിഭജിച്ച് ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ഊർജം എന്നിവ ഉണ്ടാകും.